ശരിക്കും ഈ ഒരു പണം ഉണ്ടല്ലോ 34 കോടി രൂപ, അത് ഈ റഹീമിന് വാങ്ങിക്കൊടുക്കണം. അത് എങ്ങനെയെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. അത് റഹീമിന് വാങ്ങിക്കൊടുക്കണം എന്ന് പറയുമ്പോഴേ ഇത്രയും കാലം ഒരു അനീതിയാണ്, 18 വർഷത്തോളം അനീതിയാണ് നടന്നത്. ഒരു വലിയ ചതി നടന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ എന്തോ ഒരു വലിയ അനീതി നടന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ റഹീമിൻ്റെ വിഷയത്തിൽ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ 18 വർഷത്തോളം അദ്ദേഹം ജയിൽവാസം കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിന് തൂക്കുകയറ് വിധിച്ചു. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താ അറിയോ, യഥാർത്ഥത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് വളരെ സിമ്പിളായിട്ട് അദ്ദേഹം എന്തായിരുന്നു ഈ ഒരു അവസ്ഥ എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. 24-ാം വയസ്സിൽ അദ്ദേഹം 18 വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം ഗൾഫിലെത്തുകയും ഇവിടുന്ന് ഒരു ജോലിക്കായി ഡ്രൈവർ വിസയിൽ ജോലിയിൽ എത്തിപ്പെടുകയും ഒരു വീട്ടിൽ ജോലിക്കായി നിൽക്കുകയും അവിടെ നിന്ന് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ വീട്ടിൽ ഒരു സുഖമില്ലാത്ത കുട്ടിയെ, അതായത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സുഖമില്ലാത്ത കുട്ടി എന്നൊക്കെ പറയുമ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കഴിയുന്ന ഒരു കുട്ടി, ആ കുട്ടിയെ സംരക്ഷിക്കാനായിരുന്നു ഈ റഹീമിൻ്റെ ജോലി. ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഹോം നേഴ്സ് ചെയ്യേണ്ട ജോലിയാണ് ശരിക്കും ഈ റഹീമിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഇതിൽ ഉണ്ടായ ആ ഒരു കുട്ടിയെ സംരക്ഷിക്കുന്നത് പറഞ്ഞാൽ ആ കുട്ടി ഒരു ക്രിട്ടിക്കൽ, ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള കുട്ടി, ജന്മന റെയിലിലൂടെ മാത്രം ഭക്ഷണം കൊടുക്കുക, അത്രയത്തിലൊക്കെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അസുഖബാധിതനായ ഒരു കുട്ടി, ആ കുട്ടിയെ സംരക്ഷിക്കുന്ന ഈ റഹീമിനെ പറ്റിയൊരു വലിയ, കാരണം ഒരിക്കലും റഹീമിനെ മാനേജ് ചെയ്യുന്നൊരു വിഷയമല്ലത്. നമ്മൾ ശരിക്കും ചിന്തിക്കണം. 18 വർഷം നമ്മൾ 34 കോടി രൂപയ്ക്ക് അദ്ദേഹത്തിനു വേണ്ടിയിട്ട് ഇതിനു വേണ്ടി ഫണ്ട് റൈസ് ചെയ്യുമ്പോഴേ അവിടെ അനീതി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. അതിലേക്കാണ് ഞാൻ വരുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മളെപ്പോഴും ഒരു AC റിപ്പയർ ചെയ്യാൻ ആരെങ്കിലും ഒരു ബാർബറെ കൊണ്ടുപോയിട്ട് ഏൽപ്പിക്കാറുണ്ടോ? അതേപോലെ തന്നെ ഒരു എൻജിനീയർ വർക്കിന് ആരെങ്കിലും ഒരു ഗ്രോസറിയിൽ നിൽക്കുന്ന, സാധാരണ ഷോപ്പിൽ നിൽക്കുന്ന ഒരാളെ കൊണ്ട് ഏൽപ്പിക്കാറുണ്ടോ? അതുപോലത്തെ ഒരു വലിയ റോങ്ങാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ശരിക്കും ആ കുട്ടിയെ സംരക്ഷിക്കാൻ ശരിക്ക് ഈ റഹീമിനെ പോലത്തെ ഒരു ആളെ കൊണ്ട് ചെയ്യുന്ന കാര്യമില്ലത്. ആ മാതാപിതാക്കളുണ്ടല്ലോ, ഈ അനസ് ഖാദിരി അങ്ങനെ എന്തോ പേരുള്ള പയ്യനാണ്, ആ പയ്യനാണ് മരിച്ചത്. ആ പയ്യന് ഒരു അബദ്ധത്തിൽ മരിച്ചു പോയതാണ്. കാരണം കെയറിങ് ചെയ്യാൻ കഴിയില്ല. ഒരു ഹോം നേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ് റഹീമിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. റഹീം ഒരു BSc ഹോം നേഴ്സ് കഴിഞ്ഞിട്ട് അവൻ്റെ അടുത്ത് മിസ്റ്റേക്ക് വന്നാണ്, ഓക്കെ. അദ്ദേഹം ഇവിടെ ഒരു സാധാരണ ഒരു യത്തീംഖാനയിൽ ഡ്രൈവറായി നിന്നിരുന്ന ഒരു മനുഷ്യനെ അവിടെ പോയിട്ട് ജോലി ചെയ്യാണ്. ഈ കുട്ടിയുടെ കെയറിങ് ഒരു ഹോസ്പിറ്റലിൽ ഒരു എന്താ പറയുക, ഒരു ഹോസ്പിറ്റാലിറ്റിയിൽ ഒരു ഹോം നേഴ്സ്, BSc ഹോം നേഴ്സ് ചെയ്യേണ്ട ഡ്യൂട്ടി ഇവനെ ഏൽപ്പിക്കുകയാണ്. പിന്നെ ആ കുട്ടിക്ക് എന്തു സംഭവിക്കൂലേ? എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും? എങ്ങനെ കഴിയുമോ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ റോങ് പറ്റിയിട്ടുള്ളത് ഈ കുട്ടി ഉണ്ടല്ലോ, അനസ് ഖാദിരി എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മയും ഉപ്പാൻ്റെ അടുത്തും പറ്റിയ വലിയൊരു മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഒരു വലിയ ചതി എന്ന് തന്നെ പറയാം. 18 വർഷത്തോളം ജയിലിൽ കിടന്നിട്ടും പിന്നെയും അദ്ദേഹത്തിന് തൂക്കുകയറ് എന്ന് പറയുമ്പോൾ നോക്കൂ, അതിൽ നിന്നും മോചനം നേടാൻ വേണ്ടിയിട്ട് ഒരു ബ്ലഡ് മണി നൽകുക, 34 കോടി രൂപ നൽകുക എന്നൊക്കെ പറയുമ്പോൾ ഇത് വലിയ അനീതിയാണ് ഇവിടെ നടക്കുന്നത്. കാരണം അതിന് യോഗ്യനായ ഒരാളായിരുന്നു എങ്കിൽ ആ പയ്യനെ നോക്കാൻ കഴിയുമായിരുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നു അഭിഭാഷകരൊക്കെ ഇടപെട്ടിട്ട്, അതായത് ഇന്ത്യൻ എംബസീൻ്റെ ബേസിൽ നിന്നും എവിടേക്കോ ചെറിയ മിസ്റ്റേക്കുകളായി പറ്റിയതായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ ഓവർവ്യൂ ആണ് പറയുന്നത്. പലർക്കും പല ഓവർവ്യൂ ഇതിനെ പറ്റി പറയാനുണ്ടാവും. പക്ഷേ എംബസി ബേസിൽ നിന്നും എക്സ്റ്റീരിയർ, അതായത് എൻ്റെ എക്സ്റ്റീരിയർ മിനിസ്ട്രി, അതായത് സൗദിയുടെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് എക്സ്റ്റീരിയർ മിനിസ്ട്രിയൊക്കെയാണ് ഇതിനുമായി ബന്ധപ്പെട്ടത്. അവിടെയൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇത് ശരിക്കും ഇത് ക്ലിയർ ചെയ്തിട്ട് ശരിക്കും ഈ ഒരു പണം ഉണ്ടല്ലോ 34 കോടി രൂപ, അത് ഈ റഹീമിന് വാങ്ങിക്കൊടുക്കണം. അത് എങ്ങനെയെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. അത് റഹീമിന് വാങ്ങിക്കൊടുക്കണം എന്ന് പറയുമ്പോഴേ ഇത്രയും കാലം ഒരു അനീതിയാണ്, 18 വർഷത്തോളം അനീതിയാണ് നടന്നത്. കാരണം അതിന് തത്തുല്യമായിട്ട് ആ കുട്ടിയെ നോക്കാൻ യോഗ്യത എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ഒരു BSc പോലെങ്കിലും നഴ്സിംഗിലും ക്വാളിറ്റി ഉള്ള ഒരാൾക്കാണെങ്കിൽ ആ കുട്ടിയെ നോക്കാൻ കഴിയും. അങ്ങനത്തെ ഒരു കുട്ടിയെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് അതിൽ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ പറയാനുള്ളൂ. അതിന് ഏൽപ്പിച്ച് ഈ മാതാപിതാക്കളെ പിടിച്ച് ജയിലിലിടണം, അല്ലെങ്കിൽ അവരെ തൂക്കിലെടുക്കണം. അവരിന്ന് ആ പണം ഇവനിക്ക് കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത് ഇവിടെ.
ഇവിടെ അനീതി നടന്നിട്ടുണ്ടോയെന്ന് നമ്മൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ശരിക്കും ഇതിനെക്കുറിച്ച് അഭിഭാഷകരൊക്കെ ഇടപെട്ടുകൊണ്ട് സംസാരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയും വലിയൊരു റോങ്ങാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു ഓവർവ്യൂവിൽ ഞാൻ പറയുന്നത്. എൻ്റെ ഓവർവ്യൂ ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ റഹീമിനെ, കാരണം എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ഗൾഫിലേക്ക് ഇവിടുന്ന് പോകുന്ന പല ആളും ഹൗസ് ഡ്രൈവർ വിസയിൽ പോകുന്നുണ്ടായിരിക്കും. അവരിൽ പലരും പിന്നെ പ്രായമായവരെ നോക്കുന്നവരുണ്ടാവും, കുട്ടികളെ നോക്കുന്നവരുണ്ടാവും. ഇതൊക്കെ ഓക്കെ, ലിമിറ്റ് ചെയ്യുക, അതൊക്കെ കഴിയുന്ന കാര്യമാണ്. ഒരു രോഗി, ഒരു ഹോസ്പിറ്റാലിറ്റി ബേസ്ഡുള്ള ഒരു രോഗിനെ നോക്കുക എന്ന് പറഞ്ഞാൽ, ഒരു BSc നേഴ്സിംഗ് കഴിഞ്ഞ ഒരാൾ ചെയ്യേണ്ട ഡ്യൂട്ടി റഹീം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ എത്രമാത്രം വൈരുദ്ധ്യമുണ്ട് നമ്മൾ ചിന്തിച്ച് നോക്കൂ. അതിലൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടില്ലെങ്കിലല്ലേ പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ ബോധവാന്മാരാവണം. കാരണം എന്താണെന്ന് വെച്ചാൽ 34 കോടി ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ട് എത്ര ആളുകളുടെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ 34 കോടി രാവും പകലും ഉറക്കം ഒഴിച്ചുകൊണ്ട് മലയാളികളായിട്ടും ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബം ആ ബ്ലഡ് മണി സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. ആ കുടുംബത്തിന് ആ ബ്ലഡ് മണി കൊടുക്കുന്നതിന് മുന്നേ ഇതിനൊരു തീരുമാനമെടുത്താൽ ഏറ്റവും നല്ല അതായിരിക്കും. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ 18 വർഷങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിൻ്റെ ഒരു നല്ല യൗവനകാലം നശിച്ചു പോയി. അദ്ദേഹത്തിൻ്റെ ചെയ്യുന്ന ഏറ്റവും വലിയ നീതിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തൊക്കെ വൈരുദ്ധ്യങ്ങളുണ്ട് നിയമത്തിൻ്റെ അവസ്ഥയിലും ആ നിയമം ആ ഒരു തീർപ്പ് കൽപ്പിച്ചതിലൊക്കെ. ഒരുപക്ഷെ ഇതുപോലെ ജയിലിൽ കഴിയുന്ന പലരും ഉണ്ടായിരിക്കാം കേട്ടോ. പലപ്പോഴും തെറ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ അറിയാതെ പെട്ടുപോകുന്ന ഒരുപാട് മനുഷ്യർ ഇന്നും അറേബ്യൻ ജയിലുകളൊക്കെ കിടക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യൻ ജയിലുകളിലും അതുപോലെ മേ ബി ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഈ ലോകത്ത് ഉണ്ട്. കാരണം നീതിയും അനീതിയൊക്കെ ലോകത്ത് പലയിടങ്ങളിലും നടമാടുന്നുണ്ട് എന്നർത്ഥം. ഈ ഒരു നീതി, ഇതിന് യഥാർത്ഥ നീതി കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ അവരെ തൂക്കിലേറ്റുക എന്നുള്ള ഒരു രക്ഷിതാക്കൾക്കാണ് ആ ശിക്ഷ നൽകേണ്ടത്. ഒരിക്കലും യോഗ്യനല്ല BSc മിനിമം നഴ്സിംഗ് കഴിഞ്ഞ ഒരാൾക്ക് ആ കുട്ടിയെ നോക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പ്രബുദ്ധരായ മലയാളികളെ ചിന്തിക്കുക. ഇതിൽ എന്തെങ്കിലും വശമുണ്ടെങ്കിൽ ആ റഹീമിന് അതൊരു വലിയ യഥാർത്ഥ നീതിയായിരിക്കും. ഈ ലോകത്തോട് ചെയ്യുന്ന യഥാർത്ഥ നീതി ബോധത്തോടും ലോകത്തോട് തന്നെ അനീതിയായി മാറും എന്ന് എനിക്ക് തോന്നുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ 34 കോടി രൂപ ആ ഫാമിലിക്ക് കൊടുക്കുക എന്നുള്ളതല്ല, പക്ഷേ യഥാർത്ഥത്തിൽ റഹീമിന് നീതി കിട്ടുക എന്നുള്ളതിലേക്ക് ചിന്തിക്കുമ്പോൾ എങ്ങനെ കൂടെ ആയിക്കഴിഞ്ഞാൽ അതല്ലേ അതിൻ്റെ യഥാർത്ഥം എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഓക്കെ, മറ്റൊരു വീഡിയോ വീണ്ടും